നമ്മുടെ വീട്ടിലുള്ള രോഗികൾക്ക് കിടപ്പ് രോഗികളായിരിക്കാം, അല്ലാത്ത ചിലപ്പോൾ അതായത് ദീർഘനാളായിട്ട് അസുഖം ബാധിച്ച് ഇരിക്കുന്ന രോഗികൾക്ക് അവരെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, അവരെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് തോന്നാൻ നമ്മൾ എന്ത് ചെയ്യണം? പലപ്പോഴും അവരെ വീട്ടിൽ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ വീട്ടിലൊരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരു ഫീലിംഗ് അവർക്ക് ഒഴിവാക്കാൻ വീട്ടുകാരെന്ത് ചെയ്യണമെന്നാണ് ആദ്യം നോക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ അവർക്കൊരു ജെന്യുവിൻ കെയർ കൊടുക്കുന്നുണ്ടെന്ന് അവർക്ക് ഫീൽ ചെയ്യാം. അവർക്ക് കൃത്യമായ സമയത്ത് മരുന്നുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, കൃത്യമായ സമയത്ത് ഡേറ്റുകൾ, അതായത് ഡോക്ടറുടെ കൺസൾട്ടേഷൻ കൃത്യമായ സമയത്ത് അപ്പോയിന്റ്മെന്റുകൾ എടുക്കുക, എടുത്തിട്ടുണ്ടെന്ന് അവരോട് പറയുക, ഇന്ന ദിവസം ഡോക്ടറെ കാണാൻ പോകണമെന്ന് പറയുക. അല്ലെങ്കിൽ പോണേക്കാളും മുമ്പ് കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഡോക്ടറോട് പറയുന്നത് കൃത്യമായി നമ്മൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ എല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. അപ്പൊ അവരുടെ കാര്യത്തിൽ ജെന്യൂനായി നമ്മൾ ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നണം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഫാമിലി ഡിസിഷൻസിൽ അവരെ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളായാലും അവരുടെ ഒരു ഒപ്പീനിയൻ ചോദിക്കുക. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഒരു ഫംഗ്ഷൻ വരുന്നുണ്ടെങ്കിൽ എത്ര പേരെ നമുക്ക് വിളിക്കണം, ആരൊക്കെ വിളിക്കണം, എങ്ങനെ അറേഞ്ച് ചെയ്യണം, അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക. അപ്പൊ അവരുടെ ഒരു സജഷൻ കൂടി വന്നിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് കാണുമ്പോൾ അവർക്ക് ഫാമിലിയിൽ കൂടുതൽ പ്രാധാന്യം ഫീൽ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരുന്നത്. പല കാര്യങ്ങളും ഇവര് രോഗികളായ എന്ന രീതിയിൽ അവരോട് പലതും ചർച്ച ചെയ്യാതെ എല്ലാ തീരുമാനങ്ങളും ആയതിനു ശേഷം അവരോട് പറയുമ്പോൾ അവർക്ക് വലിയ മനോവിഷമം വരാറുണ്ട്. അതായത് അവരൊരു ആരോഗ്യമുള്ള ഒരാളായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്യേണ്ട ഒരാളായിരുന്നു. പക്ഷെ ഇപ്പോൾ വയ്യാണ്ടായപ്പോൾ അവരോട് പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പല കാര്യങ്ങൾ അവർ അറിയുന്നില്ല എന്നൊരു ഫീല് അവർക്ക് എപ്പോഴും തോന്നുന്നുണ്ട്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഡിസിഷൻ മേക്കിങ്ങിൽ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അവരുടെയും കൂടി തീരുമാനങ്ങൾക്ക് വില കൊടുക്കുക, അവരെയും കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമാണ് അതായത് മറ്റുള്ളവരോടത്ത് നമ്മൾ പറയുന്നതും അവരുടെയും കൂടി ഒപ്പീനിയൻ നമ്മുടെ പ്രധാനപ്പെട്ട ഡിസിഷൻസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്തത് അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ സ്മോൾ മൂമെന്റ് ഓഫ് ജോയ്, അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സിനിമ ടി.വിയിൽ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടവരുടെ ഫോട്ടോസ് അവർക്ക് ഇഷ്ടപ്പെട്ടവരോട്ട് ഫോണിൽ വിളിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർ ഫ്രണ്ട് സർക്കിള് അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ഒരു ദിവസം വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അവരുടെ മൊമെന്റ് ഓഫ് ജോയ് അല്ലെങ്കിൽ സന്തോഷം കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക, അവർക്ക് ഇഷ്ടപ്പെട്ട 3-5 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ആ കാര്യങ്ങൾക്ക് കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുത്ത് അവരെ ഇൻവോൾവ് ചെയ്യിക്കുന്നു എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കുക. ഈ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ, അതായത് ഡിസിഷൻ മേക്കിങ്ങിൽ അവരെ പങ്കെടുപ്പിക്കുക, അതുപോലെ തന്നെ അവർക്ക് ജെന്യുവിൻ കെയർ കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക, പിന്നെ അവർക്ക് സന്തോഷമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എല്ലാവരും ഫാമിലിയിലുള്ളവരെല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കത്തക്ക വിധത്തിൽ തന്നെ പെരുമാറാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ രോഗികൾക്ക് അവർ ഒറ്റപ്പെട്ടു എന്നൊരു ഫീലിംഗ് ഒഴിവാക്കാനും അവര് ഫാമിലിയിലെ പ്രധാനപ്പെട്ട ഒരു മെമ്പറാണ്, എനിക്ക് വയ്യെങ്കിലും എല്ലാ കാര്യങ്ങളും എന്നിലൂടെയാണ് നടക്കുന്നത് എന്നൊരു ഫീലിംഗ് അവർക്ക് കിട്ടുകയും ചെയ്യും.